നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അജയ്യനായി വി.ഡി. സതീശൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗവൺമെന്റ് പ്ലീഡർ നിയമനങ്ങളിൽ തന്റെ നിലപാട് മാറ്റാൻ തയ്യാറാകാത്തതോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ക്യാമ്പിലേക്ക് പ്രവർത്തകർ ഒഴുകിയെത്തുന്നു. ഇത്രയും കാലം ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ സതീശൻ ഇനിയും ഒറ്റയ്ക്ക് തന്നെ എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുന്നതിനിടയിലാണ് വിവാദങ്ങൾ അദ്ദേഹത്തെ വിടാതെ പിടികൂടിയത്. എന്നാൽ വിട്ടുവീഴ്ച ചെയ്യാൻ സതീശൻ തയ്യാറാകാതിരുന്നതോടെ ആർക്കും ചോദ്യം ചെയ്യാനാകാത്ത നിലയിലേക്ക് സതീശൻ വളർന്നു. സതീശനെതിരായ യുദ്ധത്തിന് പുതിയ ആയുധങ്ങൾ അന്വേഷിക്കുകയാണ് ശത്രുക്കൾ. എന്നാൽ ആയുധങ്ങൾക്കൊന്നും മൂർച്ച പോരെന്നാണ് ആരോപണം. സതീശന്റെ നീക്കങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പിന്തുണയുണ്ട് എന്നാണ് കാരണം. കെ.സി. വേണുഗോപാലിനേക്കാൾ അവർ വിശ്വസിക്കുന്നത് സതീശനെയാണ്. കേരളത്തിൽ നിന്നും ലഭിക്കുന്ന അപ്ഡേറ്റുകളാണ് ദേശീയ നേതാക്കളെ ഇതിനായി പ്രേരിപ്പിക്കുന്നത്. താൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി സതീശൻ രാഹുൽ ഗാന്ധിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കേന്ദ്ര നേതാക്കളുടെ പിന്തുണ കൂടി നേടിയാണ് സതീശൻ മുന്നോട്ടു പോകുന്നത്. എന്നാൽ ഇക്കാര്യം അദ്ദേഹം ആരെയും ബോധ്യപ്പെടുത്തുന്നില്ല. ഇതാണ് സംസ്ഥാനത്ത് നിലവിലുള്ള കൺഫ്യൂഷൻ. ചെന്നിത്തലയും വേണുഗോപാലും തൽക്കാലം ആശയക്കുഴപ്പത്തിലാണ്. കേന്ദ്രത്തിൽ ഭരണമില്ലാത്തതിനാൽ മുഖ്യമന്ത്രിയെ പിണക്കാതെ മുന്നോട്ടു പോകാനാണ് ഹൈക്കമാൻഡിന്റെ ശ്രമം. സംസ്ഥാനത്ത് നടക്കുന്ന നിയമനങ്ങളുടെ പൂർണ്ണ വിവരം മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന് നൽകുന്നുണ്ട്. വി.ഡി. സതീശൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. താൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്ന് സതീശൻ കരുതുന്നു. സുധീരൻ ഉയർത്തിയ തർക്കങ്ങൾ സതീശൻ വകവയ്ക്കാത്തത് ഈ സാഹചര്യത്തിലാണ്. സുധീരനല്ല ആരു പറഞ്ഞാലും തൽക്കാലം തന്റെ നിലപാടിൽ മാറ്റം വരുത്താൻ സതീശൻ തയ്യാറല്ല. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് അസ്വാരസ്യങ്ങൾക്കിടെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി സെക്രട്ടേറിയറ്റിൽ കൂടിക്കാഴ്ച നടത്തിയതാണ് ഒടുവിലത്തെ അപ്ഡേറ്റ്. നിയമനവുമായി ബന്ധപ്പെട്ട് KSUവിനുള്ള മുഴുവൻ ആശങ്കകളും മുഖ്യമന്ത്രിയെ അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അലോഷ്യസ് വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ അലോഷ്യസിനെ ഒതുക്കിവിടുകയാണ് സതീശൻ ചെയ്തത്. ഗവൺമെന്റ് പ്ലീഡറായി നിയമിക്കപ്പെട്ട ജിയോണ ജെയിംസിനെ മാറ്റണമെന്നാണ് KSU നിലപാട്. ലോ കോളേജിൽ SFI പ്രവർത്തകയായിരുന്ന ജിയോണ ഇപ്പോഴും ഇടതുപക്ഷ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് KSU ആരോപിക്കുന്നു. ഈ പശ്ചാത്തലം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും KSUവിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ വളരെ പോസിറ്റീവായ തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അലോഷ്യസ് പറഞ്ഞു. KSU സർക്കാരിനെതിരാണെന്ന തരത്തിലുള്ള പ്രചരണങ്ങളെ അലോഷ്യസ് തള്ളി. മുഖ്യമന്ത്രിയും മറ്റു മിക്ക മന്ത്രിമാരും KSUവിലൂടെ വളർന്നു വന്നവരാണ്. അതിനാൽ KSUക്കാരുടെ വൈകാരികത അവർക്ക് മനസ്സിലാകും. തങ്ങൾ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഇത് തങ്ങളുടെ കൂടി സർക്കാരാണെന്ന ബോധ്യം സംഘടനയ്ക്കുണ്ടെന്നും അലോഷ്യസ് വ്യക്തമാക്കി. പ്ലീഡർ നിയമന വിഷയത്തിൽ കോൺഗ്രസിനുള്ളിലെ ഭിന്നതകളും KSUവിന്റെ പ്രതിഷേധവും ശക്തമായ സാഹചര്യത്തിൽ KPCC കൂടി ഇടപെട്ടതിനെ തുടർന്നാണ് അലോഷ്യസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറായത്. മുഖ്യമന്ത്രിയുടെ അവഗണനയിൽ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചത് വാർത്തയായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് താൻ പഠിച്ച രാഷ്ട്രീയമാണെന്നും അദ്ദേഹം തന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ലെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞിരുന്നു. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. 10 വർഷക്കാലം കേരളത്തിലെ ക്യാമ്പസുകളിലും തെരുവോരങ്ങളിലും സംഘർഷഭരിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ പോരടിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരെ വലിയ പോരാട്ടം നടത്തിയതാണ് UDF സർക്കാർ അധികാരത്തിലെത്തിയത്. സാധാരണക്കാരായ KSU പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പുമാണ് ഈ UDF സർക്കാർ. എന്നാൽ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെറിയ വീഴ്ച ഉണ്ടായി. KSU പ്രവർത്തകരെ കായികമായി ആക്രമിച്ച ഒരു കൂട്ടത്തിന്റെ പ്രതിനിധി പ്ലീഡർ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ അത് തിരുത്തണമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് KSU ചെയ്തത്. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ തന്റെ പ്രവർത്തകരുടെ വികാരത്തെ ഉൾക്കൊള്ളുക എന്നതാണ് താൻ പഠിച്ച രാഷ്ട്രീയമെന്നും അദ്ദേഹം പറഞ്ഞു. തേവര കോളേജ് തന്റെ രാഷ്ട്രീയ ജീവിതത്തെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തിയ ആത്മവിദ്യാലയമാണെന്ന് അലോഷ്യസ് വികാരാധീനനായി ഓർമ്മിപ്പിച്ചു. ഇടുക്കിയിലെ മലയോര ജില്ലയിൽ നിന്നും പഠനത്തിനായി എത്തിയ തനിക്ക് ഒരു വ്യക്തി എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും ഐഡന്റിറ്റി നൽകിയത് ഈ കലാലയമാണ്.
2012 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എംഫിലും പൂർത്തിയാക്കിയത് ഇതേ ക്യാമ്പസിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തേവര കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് തുടങ്ങിയവർക്ക് നൽകിയ സ്വീകരണത്തിൽ കോളേജ് മാനേജ്മെന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. ലോ കോളേജിൽ SFI പശ്ചാത്തലമുള്ള ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന ജിയോണ ജെയിംസിന്റെ നിയമനം പിൻവലിക്കണമെന്ന KSUവിന്റെ ആശയം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടെന്നും തങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് പോസിറ്റീവായ തീരുമാനം സർക്കാർ കൈക്കൊള്ളുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സർക്കാർ പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രി പിന്നോട്ടില്ലെന്നാണ് വിവരം. പട്ടികയിൽ ഇനി മാറ്റമില്ലെന്നും ജിയോണ ജെയിംസ് പ്ലീഡറായി തുടരുമെന്നും മുഖ്യമന്ത്രി KSU നേതാക്കളെ അറിയിച്ചു. UDF സർക്കാർ അടുത്തിടെ നടത്തിയ സർക്കാർ പ്ലീഡർമാരുടെ നിയമന ലിസ്റ്റിൽ SFI RSS പശ്ചാത്തലമുള്ളവരും ഉൾപ്പെട്ടതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. LDF സർക്കാരിന്റെ കാലത്ത് SFI പ്രവർത്തകരായിരുന്നവരും RSS ബന്ധമുള്ള അഭിഭാഷകരും പ്ലീഡർമാരായി നിയമിക്കപ്പെട്ടതിനെതിരെ തിരുവനന്തപുരം ലോ കോളേജ് KSU യൂണിറ്റ് കമ്മിറ്റിയാണ് ആദ്യം രംഗത്ത് വന്നത്. കഴിഞ്ഞ 10 വർഷമായി തെരുവുകളിൽ UDFനായി പോരാടിയ പ്രവർത്തകരുടെ വികാരം മാനിക്കാതെയാണ് ഇത്തരം നിയമനങ്ങൾ നടത്തിയത് എന്നായിരുന്നു KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന്റെ പ്രധാന വിമർശനം. ജൂലൈ 15 നടന്ന വാർത്താ സമ്മേളനത്തിൽ KSUവിന്റെ എതിർപ്പിനെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകിയ മറുപടിയാണ് തർക്കം രൂക്ഷമാക്കിയത്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റിയാണോ ഇവിടെ സർക്കാർ പ്ലീഡറെ തീരുമാനിക്കുന്നത്? ഈ നിയമനത്തിൽ KSUവിന് യാതൊരു കാര്യവുമില്ല. യോഗ്യതയുടെയും AGയുടെ നിലപാടിന്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം KSU പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായി. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രിക്ക് ശക്തമായ മറുപടിയുമായി അലോഷ്യസ് സേവർ രംഗത്തെത്തി. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടുക മാത്രമാണ് KSU ചെയ്തതെന്നും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റായി സർക്കാർ കരുതുന്നുവെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്നും അലോഷ്യസ് തുറന്നടിച്ചിരുന്നു. UDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനല്ല, മറിച്ച് പ്രവർത്തകരുടെ ആശങ്ക മുഖ്യമന്ത്രിയെ അറിയിക്കാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയും താനും തമ്മിലോ സർക്കാരും KSUവും തമ്മിലോ ഒരു പ്രശ്നവുമില്ലെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. നടത്തിയ വിമർശനങ്ങളിൽ ഒരിടത്തും വി ഡി സതീശൻ എന്ന പേര് പറഞ്ഞിട്ടില്ല. തിരുത്തലുകൾ ആവശ്യമാണെന്നാണ് പറഞ്ഞത്. ഇതുവരെയുള്ള ഒരു പ്രസ്താവനകളിലും മുഖ്യമന്ത്രിയുടെ പേര് മോശമാക്കിയിട്ടില്ല. പിള്ളേരുടെ ആശങ്ക പരിഹരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ഞങ്ങളല്ലേ? SFI സംസ്ഥാന സെക്രട്ടറിക്ക് KSU പിള്ളേർക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇതൊരിക്കലും ഒരു ഗ്രൂപ്പ് വിഷയമല്ല, സംഘടനാ വിഷയം മാത്രമാണ്. സർക്കാരും KSUവും തമ്മിൽ ശീതയുദ്ധം ഇല്ലെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. KPCCയിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ VM സുധീരൻ അലോഷ്യസിനെ ചേർത്ത് നിർത്തി സംസാരിച്ചു. അതിന് അലോഷ്യസ് നൽകിയ വിശദീകരണം ഇതാണ്. VM സുധീരൻ KSU പ്രസിഡന്റായിരുന്നപ്പോൾ അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. KSU ആയിരുന്നവർക്കെല്ലാം KSU എന്നത് ഒരു വികാരമാണ്. സർക്കാർ എന്തായാലും KSU തിരുത്തൽ ശക്തിയാകുകയാണ് നിന്നിട്ടുള്ളത്. അതിനെ ഉൾക്കൊള്ളേണ്ട മര്യാദ നേതൃത്വം എപ്പോഴും കാണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ കാണിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നതിന് അർത്ഥം. ഏതെങ്കിലും ബോർഡ് കോർപ്പറേഷനുകളിൽ എനിക്ക് സ്ഥാനം വേണമെന്നല്ല ഞാൻ ആവശ്യപ്പെടുന്നത്. SFIക്കാരിയായ ഒരാൾക്ക് കോൺഗ്രസ് സർക്കാർ നൽകിയ പദവി ലോ കോളേജിലെ അന്നത്തെ KSUക്കാർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. അവർ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ അത് കേൾക്കാമെന്നതിനു പകരം അവർ ആരാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വേദനയുണ്ടാകും. അത് എല്ലാ KSUക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് 100% പാർട്ടിക്കാരനാണ്. 2022 മുതൽ ജിയോണ ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ലോയേഴ്സ് കോൺഗ്രസിന് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. അപ്പോൾ അതിൽ എന്തുകൊണ്ട് ജിയോണ എന്നൊരു പ്രശ്നമുണ്ട്? എന്താണ് പാർട്ടിക്ക് അവർ നൽകിയ സംഭാവന എന്ന് അലോഷ്യസ് ചോദിക്കുന്നു. ഫൈനൽ തീരുമാനമെടുക്കുന്നത് സർക്കാരാണ്. സർക്കാരിന് എന്തു തീരുമാനവും എടുക്കാം, അതിനെ ചോദ്യം ചെയ്യില്ല. പക്ഷെ ഞങ്ങളെ കേൾക്കണം. KSU വേഴ്സസ് സർക്കാർ എന്നൊരു ചിന്താഗതി ഞങ്ങൾക്കില്ല. ഈ സർക്കാർ നമ്മുടെ സർക്കാരാണെന്നും സതീശൻ ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണെന്നും കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അലോഷ്യസ് സേവ്യർ സതീശന്റെ പിന്തുണയോടുകൂടിയാണ് KSU പ്രസിഡന്റ് ആകുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ KC വേണുഗോപാൽ പക്ഷത്തേക്ക് കളം മാറിയെന്നാണ്
വ്യാഖ്യാനം. എന്നാൽ ഒരിക്കലും അത് ശരിയല്ല എന്നാണ് അലോഷ്യസ് പറയുന്നത്. KSU സംസ്ഥാന അധ്യക്ഷനായപ്പോൾ എന്നെ മുഴുവൻ നേതാക്കളും പിന്തുണച്ചിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാവ് മാത്രം വിചാരിച്ചാൽ KSU അധ്യക്ഷനെ വയ്ക്കാൻ പറ്റില്ല. KSU അധ്യക്ഷനായ ശേഷം ഞാൻ ഗ്രൂപ്പ് മീറ്റിംഗിലും പങ്കെടുത്തിട്ടില്ല. ഇതിനു മുന്നേയുള്ള അധ്യക്ഷന്മാർക്കെല്ലാം പ്രകടമായ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പ്ലീഡർ നിയമനത്തിൽ K ബാബു വെളിപ്പെടുത്തിയ ആ MP ഡീൻ കുര്യാക്കോസ് ആണ്. ഡീൻ കുര്യാക്കോസ് തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. SFI നേതാവായ വനിതാ പ്ലീഡർ ജിയോണയുടെ നിയമനത്തിലാണ് ശുപാർശ നടന്നത്. എന്നാൽ നിയമനത്തിൽ ശുപാർശ ചെയ്തതിൻ്റെ വിശദീകരണം ഡീൻ വ്യക്തമാക്കിയിരുന്നില്ല. പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും നിയമനം നടത്തിയത് യുവ MP ശുപാർശ ചെയ്തതുകൊണ്ടാണെന്നുമായിരുന്നു K ബാബുവിൻ്റെ വെളിപ്പെടുത്തൽ. ഹൈബി ഈഡനോ ഷാഫി പറമ്പിലോ അല്ല ശുപാർശ ചെയ്തത് എന്ന് ബാബു പറഞ്ഞിരുന്നു. നിയമനത്തിൽ KSUവിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും പക്ഷേ അത് ഒരു നിയമനത്തിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. SFIയിൽ സജീവമായിരുന്ന വ്യക്തികൾക്ക് നിയമനം നൽകിയതിൽ KSU ശക്തമായി പ്രതിഷേധിക്കുകയും ചോദ്യമുയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ KSUവിലെ ഒരു വിഭാഗം നിയമനത്തെ അനുകൂലിച്ചിരുന്നു. നിയമനം ലഭിച്ച വ്യക്തികൾ ലോയേഴ്സ് കോൺഗ്രസ് സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അനുകൂലിച്ചത്. കോൺഗ്രസ് അനുകൂല സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശുപാർശ ചെയ്യുന്നതിൽ തെറ്റില്ലെന്നും അവർ വാദിച്ചിരുന്നു. എന്തായാലും എടുക്കുന്ന ഓരോ തീരുമാനവും സതീശൻ്റേത് മാത്രമല്ലെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം സതീശന് മാത്രമല്ല.